ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. രാവിലെ അങ്ങനെ ചായയും പിന്നെ നമ്മുടെ കുഴക്കട്ടി ആയിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അല്ലിക്കുഞ്ഞിന് ഫുഡും ഒക്കെ കൊടുത്തു. ഇവിടെ മീററ്റിലെ ക്ലൈമറ്റും നാട്ടിലെ മാതിരി മൊത്തത്തിൽ മാറി കിടക്കുകയാണ്. ഫുള്ളും മഴയും വെള്ളവും ഒക്കെ ആയിട്ട് പതിവ് പോലെ ഇന്നും മഴ പെയ്തു. എന്നാലിപ്പം ദേ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നുണ്ട്. പിന്നെയും മഴയായിരുന്നു കേട്ടോ, ഫുള്ള് മഴ. ഇവിടെ ആണെങ്കിലും മീററ്റിൽ കാവടി യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഹരിദ്വാറിൽ നിന്നും ഇങ്ങനെ വെള്ളമൊക്കെ എടുത്തിട്ട് അപ്പോൾ വൈകിട്ട് നമുക്കത് കാണാൻ പോകണം. അതുകൊണ്ട് ഞാൻ വേഗം ചോറുമൊക്കെ വെക്കുകയാണ്. ഇന്ന് നമുക്ക് ചോറും പിന്നെന്താ കൂട്ടാനൊക്കെ വെക്കണം. ചോറ് നമ്മുടെ നാട്ടിലെ അരിയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ കേരള സ്റ്റോറുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കുറച്ച് അരിയൊക്കെ കൊണ്ടുവരും കേട്ടോ. നമ്മുടെ എന്താണ് ചുമന്നരി, വെള്ളയല്ല ചുമപ്പ്, വെള്ളയും യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ ചുമന്നരി തവിടുള്ള അരിയാണ് കൂടുതലും നല്ലത്. ഇത് ഡാലാണ്, മസൂർ ഡാലിൻ്റെ പൊട്ടിച്ചെടുക്കാതെ ആ പരിപ്പോട് കൂടിയുള്ളത്, തൊലിയും പരിപ്പും ഒക്കെ ഉള്ളത്. ഇത് നല്ലതാണ്, നല്ല ഹെൽത്തിയാണ്. കുഞ്ഞുണ്ടല്ലോ, അപ്പോൾ കുഞ്ഞിനൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ഇതിങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് വേവിച്ചേം വെച്ച് ഉടുവറുത്തും മസാലയൊക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെ ഇതും പിന്നെ ഇതിന് ചൊരയ്ക്കാന്നാണ് ഞങ്ങൾ പറയുക. ഇതിൻ്റെ തോരനും വെച്ചു. പിന്നെ മുട്ടയൊറ്റ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. പിന്നെ നമ്മുടെ സിനിക്കുട്ടി വന്നിട്ടുണ്ട്, അപ്പോൾ അവിടെ ഫുഡുമൊക്കെ കൊണ്ടുതരും. കുഞ്ഞുങ്ങളിവിടെ കളിയാണ് കേട്ടോ. മോൾക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സാണ്. കാവടി യാത്ര ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ക്ലാസ്സില്ല. 12-ാം തീയതി വരെ ഒറ്റ ക്ലാസ്സില്ല, ഓൺലൈൻ ക്ലാസ്സാണ്. അത് തന്നെ വലിയൊരു കഷ്ടമാണ്. പിന്നെ ഇത് എന്താണ് കാശ്മീർ ആപ്പിളോ മറ്റോ ആണെന്ന് പറഞ്ഞിട്ട് ഏട്ടനപ്പോൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അതൊക്കെ കഴിച്ച് ഇത് നമ്മുടെ കുഞ്ഞ് ഇന്ത്യൻ ആപ്പിൾ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ കാവടി യാത്ര കാണാൻ പോയി കേട്ടോ. ഇതാണ് കാവടി യാത്ര. ഇങ്ങനെ കാവടി മാതിരി ഉണ്ട്. പിന്നെ അല്ലാതെ ഈ ഫ്ലോട്ട് ഉണ്ടല്ലോ, നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിന് ഫ്ലോട്ടൊക്കെ അതുമാതിരി ഫ്ലോട്ട് മാതിരിയും ഒക്കെ വരാറുണ്ട്. ഇങ്ങനെ ആളുകൾ ആ ഹരിദ്വാറിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് ഇവിടുന്ന് ഹരിദ്വാർ. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നിട്ട് ഈ കാവടിയുള്ള ഇതിനുള്ളിൽ ഹരിദ്വാറിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളമാണ്. ഇതിവിടെ കൊണ്ടുവന്ന് അമ്പലത്തിലൊക്കെ പൂജ നടത്തുന്നത്. തലയിൽ കൂടെ ഒഴുക്കി എന്താ ചെയ്യാമെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. അങ്ങനെ ഇത് എല്ലാ വർഷവും ഉണ്ട്. നമ്മളിവിടെ വന്നിട്ട് ഇത് 3ാമത്തെയാണ് കേട്ടോ കാവടി യാത്ര. ചിലതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാട് വെയിറ്റിലാണ് ആളുകൾ ഇങ്ങനെ ഈ വെള്ളം എടുത്തിട്ട് പോകുന്നത്. ഒരുപാട് ഈ കുടങ്ങളുണ്ടല്ലോ, ഒരു 5-6 കുടമൊക്കെ രണ്ട് സൈഡിലായിട്ടൊരു 10-12 കുടമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നല്ല വെയിറ്റിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തോണം. ഇവർക്ക് ഫുഡൊക്കെ ഇവിടെ കണ്ട ഒരു ശിവനെ ഭക്തി കൂടി പ്രാന്തായതാണെന്ന് തോന്നുന്നു. ശിവന് കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വെച്ച് പമ്പരമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട്. ശരിക്കും ഇതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ ഫ്ലോട്ട് മാതിരിയൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് കഴിക്കാൻ ഫുഡൊക്കെ ഇവിടെ ഇടയ്ക്ക് സ്റ്റാളുകളുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ആളുകളാണെങ്കിൽ നിറയെ വെള്ളം ഒക്കെ കൊടുക്കുന്നുണ്ട്, ജ്യൂസും വെള്ളവും ഒക്കെ. ഈ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ശിവനും പാർവതിയൊക്കെ ഉണ്ട്. പാർവതി ഒറിജിനൽ അല്ല കേട്ടോ, പെൺകുട്ടിയില്ല, ആൺകുട്ടി വേഷം കെട്ടിയതാണ്. അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ പോകുന്ന വഴിക്കും ഉണ്ട്. അങ്ങനെ പല വഴിക്ക് ഇവരിപ്പോൾ തിരിച്ച് വീടുകളിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ പിന്നെ നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഇതെന്താണ് ടാങ്കാണ് കേട്ടോ, ഈ പട്ടാളക്കാർ യൂസ് ചെയ്യുന്നത്. ഇത് പാകിസ്ഥാൻ അന്ന് യുദ്ധസമയത്ത് പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചെടുത്തതാണ് എന്നാണ് അവിടെ എഴുതിയിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് പിന്നെ ഒരു പുറത്തു നിന്നാണ് ഫുഡ് കഴിച്ചത്. അടുത്തുള്ളവരടുത്ത് പോയി അവിടെ നമ്മുടെ കണിക്കൊന്നയൊക്കെ തൂങ്ങി കിടക്കുന്നു, പല കളറിലുള്ള കണിക്കൊന്നകൾ. അങ്ങനെ നമ്മുടെ ഈ ഒരു കുട്ടി ഡേ അവസാനിച്ചു. അല്ലിക്കുട്ടിയുടെ കുറുമ്പും കുസൃതിയായിരുന്നു അവിടെ കേട്ടോ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ബൈ.